കൊല്ലങ്കോട് BRCയുടെ നേതൃത്വത്തിൽ സ്ട്രീം ഹബ് സെന്റർ പ്രവർത്തനം തുടങ്ങി. കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ധാരണയുടെ പുറത്ത് നാളെയുടെ ഭാവി ശാസ്ത്രജ്ഞന്മാരെ സയന്റിസ്റ്റുകളെ കണ്ടെത്തുക എന്ന മഹത്തായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് അല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ വീണ്ടും പുനഃപരിശോധനയും അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു സെന്റർ വരാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. ഭക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആ പൊതുനഗരത്തിൽ വെച്ച് നടത്തിയ കുട്ടികളുടെ റിപ്പോർട്ടുകൾ കാണാനിടയായി. നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് കുട്ടികളുടെ വളർച്ച ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുനാളിൽ തന്നെ അത്തരം ഒരു ചിന്തയും ചിന്താഗതിയും ഉണ്ടായാൽ ഒരു സംശയം വേണ്ട, അവരൊക്കെ ഈ നാടിൻ്റെ പുരോഗതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സമഗ്ര ശിക്ഷ കേരളയും സാക്ഷ്യം സംയുക്തമായി സ്ഥാപിച്ച സ്ട്രീം ഹബ് സെന്റർ ഈ കൊടുവായൂരിലേക്ക് വരുന്നത്. കൊടുവായൂരാണെങ്കിലോ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഞാൻ അടുത്ത ദിവസം എവിടെയൊന്ന് വായിച്ചു, ഏറ്റവും കൂടുതൽ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്നതിന് പകരം ഏറ്റവും കുറഞ്ഞ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് കൊടുവായൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ ജയപ്രകാശ് പദ്ധതി വിശദീകരണം നടത്തി. കൊല്ലങ്കോട് AO D സൗന്ദര്യ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി കാഴ്ചപ്പാട് വിശദീകരിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ HMB വിനോദ് കുമാർ സ്ട്രീം ഗവേഷണ പ്രൊജക്ട് വിജയമാതൃക അവതരിപ്പിച്ചു. B വിനോദ് കുമാർ, PS കവിത, V ഇന്ദുമോൾ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം M രാജൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സച്ചിദാനന്ദൻ, വാർഡ് മെമ്പർ A ഷീല, പാലക്കാട് SSK DPO PS ഷാജി, MK നൌഷാദ് അലി, K കൃഷ്ണകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. പാലക്കാട് ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ M ഷഹീദ് അലി, PTA പ്രസിഡന്റ് K രവിചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് M സുധീർ, പാഠ്യാനുബന്ധ സമിതി അംഗം KG അനിൽകുമാർ, SMC ചെയർമാൻ C പ്രേമദാസ്, വിവിധ സംഘടനാ പ്രതിനിധികൾ, സ്ട്രീം ഹബ് സെന്റർ വിദഗ്ധൻ T ഫിറോസ് എന്നിവർ പ്രസംഗിച്ചു. കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക M വിനീത സ്വാഗതവും ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M ഹരിസന്ധിൽ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്.